നമ്മൾ വേണ്ടി നോക്കാനായിട്ട് പോകുന്നത് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, തമ്മിൽ നിങ്ങൾ കണ്ടപ്പോൾ അതിന് ഐഫോൺ യൂസേഴ്സിന് ഏറ്റവും കൂടുതൽ തലവേദനയുള്ള ഒരു സംഭവമാണ് ഐഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് കുറയാന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബാറ്ററി ഹെൽത്ത് കുറയാനുള്ള ഒരു 4 അല്ലെങ്കിൽ 3-4 കാരണങ്ങൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ചെറിയൊരു സൊല്യൂഷനും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് തന്നെ സർവീസ് കാണിക്കുന്നതായിരിക്കും. അത് 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം നിങ്ങൾക്ക് മിസ്സായിട്ട് പോകും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലേക്കാണ് ഓൾ നോട്ടിഫിക്കേഷൻ കൊടുത്താണ്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളുടെ ഫോൺ നോട്ടിഫിക്കേഷൻ ആയിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. വാട്സ്ആപ്പ് ഗൈസ് സംസാരിക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിക് ടോക്സ്. ഫസ്റ്റത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും ചെയ്യാൻ മടിക്കുന്നതായിട്ടും, കാരണം എന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള 17.4 എന്ന അപ്ഡേറ്റ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ബീറ്റ അപ്ഡേറ്റില്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒറിജിനൽ ഒഫീഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്, ഒരു അപ്ഡേറ്റ് ആണ്. 17.4 ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത്. ആ ഒരു സോഫ്റ്റ്വെയറിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സോഫ്റ്റ്വെയർസ് അപ്ഡേറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സോഫ്റ്റ്വെയറിന് നിങ്ങൾക്ക് ചെറിയ ബഗ്ഗോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് തന്നെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ പുതിയതായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ഈ ഒരു ബീറ്റ അല്ലാത്ത സോഫ്റ്റ്വെയറിലോട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറയാൻ കാരണം അതാണ്. പിന്നെ രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഇതേ സെയിം ഓപ്ഷനിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നേരെ സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിലോട്ട് പോയതിന് ശേഷം നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജനറൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജനറലിൽ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഓപ്ഷനിൽ പോയാൽ തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നെറ്റ്വർക്ക് വെച്ചാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ചോദിക്കും. അതുപോലെ തന്നെ ബീറ്റ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിക്കും. അതിൽ ബീറ്റ അപ്ഡേറ്റ്സ് നിങ്ങൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും വേഗം നിങ്ങൾക്ക് ആ ബീറ്റ അപ്ഡേറ്റ് ഓഫ് ചെയ്യുക. കാരണം വെച്ചാൽ ബീറ്റ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇനീഷ്യലായിട്ട് ഒരു ആപ്പിളിൻ്റെ അല്ലെങ്കിൽ ഐഫോണിലോട്ട് വരുന്ന സോഫ്റ്റ്വെയർ ആണ്. അതിൽ ഒരുപാട് ബഗ്ഗോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും നിങ്ങളെ പ്രൈമറി ഫോണിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഒരു ബീറ്റ അപ്ഡേറ്റ് ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുത്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ഒരുപാട് ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ചാർജ് പെട്ടെന്ന് തന്നെ കുറയാനും നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, മൂന്നാമത്തെ ഒരു സിമ്പിൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മളെ ബാറ്ററി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും നമ്മൾ അറിയാതായിട്ടുള്ള ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻസ് നമുക്ക് നമ്മളെ ഫോണിൽ റൺ ആവുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഒരു കാരണം അതാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ബാറ്ററി എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ചെയ്തിട്ടുള്ള ബാറ്ററി യൂസേജ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആ ഒരു ബാറ്ററി യൂസേജിൽ ഏറ്റവും കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻസ്, ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് റീഫ്രഷ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് ഒഴിവാക്കുക. കാരണം വെച്ചാൽ അത് ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് അവിടെ ഒഴിവാക്കിയിട്ട് ആ ബാറ്ററിയുടെ യൂസേജ് അവിടെ കുറക്കാൻ സാധിക്കും. അതുകൊണ്ട് കൂടി തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ബാറ്ററി ഹെൽത്ത് കൂടുതലായിട്ട് കിട്ടുന്നതായിരിക്കും. നാലാമത്തെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ചാർജ് ചെയ്യുന്നതായിരിക്കും. ചിലവർ രാത്രി കുത്തിയിട്ട് രാവിലെ എണീച്ച് പോരുന്ന ടൈമിലാണ് നമുക്ക് ചാർജർ പോരുന്നത്. ഓക്കെ, അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ ബാറ്ററി നമുക്ക് കുറച്ചുകൂടി ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാലിക്കേണ്ട ഒരു റൂൾ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20%-ൻ്റെയും 80%-ൻ്റെയും ഇടയിലായിട്ട് ബാറ്ററി എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററിക്കൊക്കെ ഒരു സൈക്കിൾ കൗണ്ട് ഉണ്ട്. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 500-1000 ഒക്കെയാണ് ഒരു മിനിമം ബാറ്ററി സൈക്കിൾ ഉണ്ടാവുക. ഓക്കെ, അതായത് ലിഥിയം അയൺ ബാറ്ററിയാണ് നമ്മളെ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി ഏജ് ആവും എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് സൈക്കിൾ ഒരിക്കലും ഫുൾ ചാർജ് ആക്കി, അതായത് 0 to 100 ആക്കി കഴിഞ്ഞാലാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുക. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇതുപോലെ രാത്രി കുത്തിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും 100% ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ സൈക്കിൾ പെട്ടെന്ന് തീരുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് ഏജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് മാക്സിമം ഒഴിവാക്കുക. 20%-ൻ്റെയും 80%-ൻ്റെയും ഇടയിൽ എപ്പോഴും ബാറ്ററി കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുവരെ പറഞ്ഞിട്ട് എല്ലാ സ്റ്റെപ്സിലും നിങ്ങൾക്ക് മെയിനായിട്ട് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതൊന്നും ചെയ്തിട്ട് നിങ്ങളുടെ ബാറ്ററി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ബാക്കപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമുള്ളൂ. നിങ്ങൾ നേരെ സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിലോട്ട് പോയതിന് ശേഷം നേരെ ജനറലിൽ ക്ലിക്ക് ചെയ്യുക. ജനറലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ റീസെറ്റ് ഐഫോൺ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റീസെറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് റീസെറ്റ് സെറ്റിങ്സ് ഓൺലി ചെയ്യുക. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സെറ്റിങ്സ് മാത്രമായിട്ട് റീസെറ്റ് ആയി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഫാക്ടറി റീസെറ്റിലോട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഡാറ്റ കാര്യങ്ങളൊന്നും പോകുന്നില്ല. നിങ്ങളെ
വൈഫൈ കാര്യങ്ങൾ ഇതുപോലെ സംഭവങ്ങളൊക്കെ പോകും. അതായത് ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുള്ള വൈഫൈ അതുപോലെ തന്നെ അതിലുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പോകും. പക്ഷേ നമ്മുടെ ഡാറ്റാസോ കാര്യങ്ങളോ ഫോട്ടോസോ വീഡിയോസോ ഒന്നും തന്നെ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു സെറ്റിങ്സിൻ്റെ കുഴപ്പം കൊണ്ടാണ് നിങ്ങളെ ബാറ്ററി ഹെൽത്ത് പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങളെ ഫോൺ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് റീബൂട്ട് ആവും. റീബൂട്ട് ആയതിനു ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾ ആപ്പിളിൻ്റെ ലോഗോ വരും. ആപ്പിളിൻ്റെ ലോഗോ വന്നിട്ട് ജസ്റ്റ് ഒരു ലോഡിങ് കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ഫോൺ റീബൂട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രഷ് ഫോണായിട്ട് കിട്ടുന്നതായിരിക്കും. ഫ്രഷ് ഫോണെന്ന് ഉദ്ദേശിച്ചത് ആ സെറ്റിങ്സ് മാത്രമേ ക്ലിയർ ആവുള്ളൂ, നിങ്ങൾ ഡാറ്റ കാര്യങ്ങളൊന്നും പോകുന്നില്ല, അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് സർവീസ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫോണിൻ്റെ ബാറ്ററി നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതിലും കൂടുതലായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ കമൻറ്റ് ബോക്സിൽ താഴെ എഴുതി അറിയിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഉപകാരപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത തുടർന്ന് ആ ബെല്ലേക്കാണ് ഓൾ നോട്ടിഫിക്കേഷൻ നടത്തുകയാണെങ്കിൽ ഇപ്പോൾ ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസും നിങ്ങൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ അടുത്തായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നല്ല അടിപൊളി കിടണമായിട്ട് അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ഗുഡ് ബൈ.